കഴിഞ്ഞ് കൊണ്ടുവന്ന വീട്ടിലെ ഉമ്മ സ്വന്തം ഉമ്മയാണ്. അവിടുത്തെ ഉമ്മ എന്റെ ഭാര്യയുടെ ഉമ്മ ഇനി എന്റെ ഉമ്മയാണ്. അവളുടെ ബാപ്പ എന്റെ ബാപ്പയാണ്. അവളുടെ കുടുംബം എന്റെ കുടുംബമാണ്. وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا. ബഹുമാനരായ രക്ഷിതാക്കളെ, വരന്റെയും വധുവിന്റെയും പ്രിയപ്പെട്ട കുടുംബക്കാരെ, അതിഥികളെ, ആകാശത്തിന്റെ കീഴെ ഭൂമിക്ക് മുകളിലായി പടച്ചറപ്പിന് വല്ലാതെ ഇഷ്ടമുള്ള ഹലാലും ത്വയ്യിബുമായ ഒരു സദസ്സിനാണ് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. അൽഹംദുലില്ലാഹ്. നമ്മൾ മനസ്സിലാക്കിയതുപോലെ തന്നെ മൊഗ്രാൽ പുത്തൂർ സ്വദേശി ബീരാൻ കുഞ്ഞി സാഹിബിന്റെയും ഹാജറയുടെയും മകൻ മുസ്ആബും നായ്മാർ മൂല PC റോഡിൽ താമസിച്ചു കൊണ്ടിരിക്കുന്ന മുഹമ്മദ് ബഷീർ മുംതാസ് ദമ്പതികളുടെ മകൾ ഫാത്തിമ ഫിദയും സ്വർണ്ണാഭരണ മഹർ നിശ്ചയിച്ച് വിവാഹിതരാകാൻ പോവുകയാണ്. അൽഹംദുലില്ലാഹ്. സന്തോഷത്തിൽ പങ്കുകൊള്ളാൻ, പ്രാർത്ഥിക്കാനാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ഇന്ന് ഒരുമിച്ച് കൂടുന്ന ഈ നവദമ്പതികൾക്ക് അല്ലാഹു എല്ലാവിധ ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇന്നിപ്പോ ഈ സദസ്സിൽ എത്താൻ ഒരുപാട് ആളുകൾ ഇല്ല. ഒരുപക്ഷെ രോഗം കൊണ്ട് ഇവിടെ എത്തിപ്പെടാത്ത ആളുകൾ ഉണ്ടാവും, വേറെ തിരക്കായവരുണ്ടാവും. അല്ലാഹു എല്ലാവർക്കും ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇരു കുടുംബത്തിൽ നിന്നും കാരണവന്മാരായ അഥവാ ഫിദയുടെയും മുസ്അബിന്റെയും ഉമ്മയുടെയും ഉപ്പയുടെയും ഒക്കെ മുകളിലോട്ടുള്ള ചില പിതാമഹന്മാരും അതോടൊപ്പം തന്നെ വല്യമ്മമാരൊന്നും ജീവിച്ചിരിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുന്നുണ്ട് ചില ആളുകൾ. അള്ളാഹുവിന്റെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാണ്. സഹോദരങ്ങളെ, ദീർഘമല്ലാത്തൊരു സംസാരം. ഈ ഒരു സംസാരത്തിന്റെ ആവശ്യമില്ല. ശരിക്കും നമ്മുടെ ഈ ഒരു വിവാഹം സാധുവാണ്. എങ്കിലും നമ്മൾ വിശ്വാസികളാണ്, സത്യവിശ്വാസികളാണ്, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ജീവിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഒരു സദസ്സിൽ ഇരിക്കുമ്പോൾ ആ സദസ്സിന്റെ ഒരു കെട്ടിലും മട്ടിലും മുഷിപ്പിക്കാതെ, മടുപ്പിക്കാതെ, അതാണ് റസൂലല്ല ഇപ്പോഴും അവിടെ കൂടിയിരിക്കുമ്പോ എന്തിനാണോ കൂടിയത്, അതിന്റെ ഒരു ലക്ഷ്യവും അതിന്റെ ഒരു ആവശ്യകതയും വിശദീകരിക്കാറുണ്ട്. എന്നതുപോലെ ഒരു കുറഞ്ഞ സമയം നമ്മൾ ഒരുമിച്ച് കൂടിയപ്പോൾ ഒരു ദീനിയായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാനാണ്. ഒന്നുമില്ല, നിങ്ങൾ ആലോചിച്ച് നോക്കിയും ഇപ്പൊ അങ്ങനത്തെ സദസ്സുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു 5-10 കൊല്ലം കഴിഞ്ഞാൽ നമുക്കൊക്കെ പൂതിയാവും ഒരു ഹലാലായ ഒരു നിക്കാഹിന്റെ സദസ്സിൽ കൂടാൻ. കാരണം ലിവിങ് ടുഗദറിന്റെ കാലഘട്ടം, ആരും ജീവിക്കണ കാലഘട്ടം, പെണ്ണും ജീവിക്കണ കാലഘട്ടം. മക്കള് ബാപ്പാക്കും ഉമ്മാക്കൊന്നും കല്യാണം കഴിച്ച് പുതിയൊരു വരനെ കണ്ടെത്താനോ അല്ലെങ്കിൽ വധുവിനെ കണ്ടെത്താനോ അവസരം കൊടുക്കാത്ത കാലഘട്ടം. അതുകൊണ്ട് തന്നെ ഇനി ഒരു 5-10 കൊല്ലം അങ്ങോട്ട് കഴിയുമ്പോ എന്താവെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് കിട്ടുന്ന അത്തരം സദസ്സുകളിൽ പുണ്യം നേടി നമ്മളൊന്ന് ആനന്ദിക്കുകയും ഉല്ലസിക്കുകയും ചെയ്യുക. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒരു 5-6 കാര്യങ്ങളെ പറയാവൂ. അത് കഴിഞ്ഞാൽ നമ്മൾ ഇൻഷാ അല്ലാഹ് നിക്കാഹിലേക്ക് കടക്കും. ഇൻഷാ അല്ലാഹ് അതോടുകൂടി പിരിയും. വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ചടങ്ങുകൾ അവസാനിച്ച് പിരിയും. ഒന്നെന്താണെന്ന് വെച്ചാൽ, എന്താണ് നിക്കാഹ് എന്നുള്ളത് പലപ്പോഴും സമൂഹം മറന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ വിവാഹത്തെ കുറിച്ച് പറഞ്ഞത്, വിശുദ്ധ ഖുർആൻ പറഞ്ഞത് മീസാഖൻ ഗലീദൻ എന്നാണ്. അർത്ഥം നമുക്കറിയാം, ബലിഷ്ഠമായ ഒരു കരാറ്, പൊട്ടാത്തൊരു കരാറാണ്. അള്ളാഹ് 2 തവണയെ ഖുർആനിൽ വാചകം ഉപയോഗിച്ചിട്ടുള്ളൂ. ഒന്ന്, പ്രവാചകന്മാർക്ക് അള്ളാഹ് കൊടുത്ത ദൗത്യത്തിന്റെ വലുപ്പം മനസ്സിലാക്കാൻ. എന്ന് പറഞ്ഞാൽ അള്ളാഹു തെരഞ്ഞെടുത്ത് പറഞ്ഞയച്ച പ്രവാചകന്മാരുണ്ടല്ലോ, അവര് ദുനിയാവിൽ നടത്തേണ്ട ഡ്യൂട്ടിയെ കുറിച്ച് പറഞ്ഞപ്പോൾ ആ ഡ്യൂട്ടിന്റെ വലുപ്പം പറയാനാണ് മീസാഖൻ ഗലീദ എന്നുള്ള പദം ഉപയോഗിച്ചത്. മറ്റൊന്ന് വിവാഹത്തിനാണ്. അതങ്ങനെ മുറിയാൻ പാടില്ല. വല്ലാത്ത പ്രസക്തി ഉണ്ട് ഇന്നത്തെ കാലത്ത് ഈ ഒരു വാചകത്തിന്. ഒരിക്കലും മുറിയാൻ പാടില്ല. സ്വർഗത്തിലും ഒപ്പം വേണം, കൂടെ കൂട്ടാൻ ആള് വേണം. സ്വർഗത്തിൽ മരിച്ചാലും മുറിയാത്ത ബന്ധമാണ് നമ്മൾ ഇന്നിവിടെ ഒന്ന് ചേർക്കാൻ നിൽക്കുന്നത്. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒന്ന്, കുറച്ചു കാലത്തിനുള്ളതല്ല. കളിയും ചിരിയും തമാശയല്ല. റോട്ടിൽ ആദ്യം കണ്ടവനെ പിടിച്ച് കല്യാണം കഴിക്കലല്ല. ആദ്യത്തെ കാഴ്ചയിൽ തന്നെ പറ്റി, അതുകൊണ്ട് ഇനി അങ്ങോട്ട് പോട്ടെ, അതൊന്നുമല്ല.
കുറച്ച് ദീർഘമായ കാലം കൂടെ കൂട്ടാനുള്ള ആളുകൾ. അത്രയും സുദൃഢമായ ഒരു കരാറാണ്. രണ്ടാമത്തെ കാര്യം നോക്കി, നിങ്ങൾ ഇത്രയും സുദൃഢമായ വല്ലാത്ത മുറിയാത്ത ഈ കരാറ് കൂട്ടിച്ചേർക്കുന്ന ചടങ്ങ് എന്താണെന്ന് അറിയോ? വളരെ ലളിത കൂട്ടരെ. നമ്മളതെന്ത് ചെയ്തെന്നറിയോ? പ്രതിസന്ധിയിലാക്കിയത്, നമ്മളെ പ്രയാസത്തിലാക്കിയത്. അള്ളയും റസൂലും ഏതൊരു സാധാരണക്കാരനും കുടിയിൽ കഴിയുന്ന അന്നന്ന് കിട്ടുന്നത് ഇങ്ങനെ രണ്ട് തല കൂട്ടിമുട്ടിക്കാൻ പ്രതിസന്ധിയിലാകുന്ന സാധാരണക്കാരനല്ലോ, ഓർക്കും കൂടിയും പ്രയാസമില്ലാത്ത രൂപത്തിൽ അത് പഠിപ്പിച്ചത്. വധു വേണം, വരൻ വേണം, വധുവിന്റെ വലിയ വേണം, മഹർ കൊടുക്കാൻ വേണം വരന്റെ കയ്യിൽ. ഈ മഹർ ഞാൻ സ്വീകരിച്ചിന്റെ കുട്ടിനങ്ങൾക്ക് തരണോ, ഞാനത് സ്വീകരിച്ചു എന്ന് വരണം പറഞ്ഞു. രണ്ട് സാക്ഷി വേണം. പറ്റുമെങ്കിൽ ഒരു വലിയ വിവാഹ സദ്യ, അത് ആഡംബരമൊന്നുമില്ല, എന്ന പോലെ കൊടുത്ത അതും കഴിഞ്ഞു കൂട്ടി. അത്രയേ ഉള്ളൂ ദീനി കളിക്കാന്ന് പറഞ്ഞാൽ. ഒരു ആരെയും ആവശ്യമില്ല. അവര് രണ്ടാളോട് എണീറ്റ് രണ്ട് കൈകൾ കൊടുത്തിട്ട് ഈ മഹർ സ്വീകരിച്ചിരിക്കുന്നു, എന്റെ കുട്ടിനെ തന്നിരിക്കുന്നു, തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഉസ്താദ് പറയാണ്, അൽഹംദുലില്ലാഹ്, നിങ്ങൾ തന്നതിനെ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു, നമ്മളൊക്കെ സാക്ഷികളായി. നേരെ പിരിഞ്ഞു പോകാം. കഴിഞ്ഞു, അത്രയുള്ളൂ. കഴിഞ്ഞു. പിന്നെ എന്തേ പ്രശ്നം ഉണ്ടായത്? അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മളെ വൃത്തിയില്ലാത്ത, പൊങ്ങച്ചമില്ലാത്ത, ആഡംബരങ്ങളില്ലാത്ത, ആനയും അമ്പാരിയുമില്ലാത്ത, ഗുലാബികളും ഹെൽദികളും ഇല്ലാത്ത, ഗാനവേളകളില്ലാത്ത, പൊങ്ങച്ചം കാണിക്കാത്ത വളരെ ലളിതമായ ഒരു ചടങ്ങാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മൾ കാസർഗോട്ടുകാരാണ് അല്ലേ? നമുക്ക് ഈ ഒരു വിഷയത്തില് കുറച്ച് പേരുണ്ട് നമ്മുടെ കേരളത്തില്, ഉണ്ടേ, നമുക്കതുണ്ട്. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത് എന്താണെന്നറിയോ? ഒരു മംഗലം കഴിയുമ്പോഴേക്കും ആ മനുഷ്യൻ സമ്പാദിച്ചത് മുഴുവൻ കഴിഞ്ഞ് ഇനി അവസാനം ദുനിയാവ് അവസാനിക്കുന്നത് വരെ സമ്പാദിക്കാനുള്ള പ്ലാനും കൂടി കണ്ടിട്ടാണ് മംഗലം നടത്തുന്ന കുടുംബത്തിന്റെ അകത്ത്. പരിധി ഫലം എന്താണെന്നറിയോ? ഒന്ന് കടമാണ്. കടം കൂട്ടരെ, ജിഹാദിന്റെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇസ്ലാമിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന മനുഷ്യൻ കൊല ചെയ്യപ്പെട്ടാൽ നേരെ സ്വർഗത്തിലേക്കാണ്. പക്ഷെ ആ മനുഷ്യൻ കൂടി കടത്തേക്ക് തടഞ്ഞു വെക്കപ്പെടുന്ന അള്ളാന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്ത മനുഷ്യനുണ്ട്, കൊല ചെയ്യപ്പെട്ടാൽ നേരെ ചെയ്താണല്ലോ, നേരെ സ്വർഗത്തേക്കാണ്. പക്ഷെ അയാൾക്ക് കടത്തേക്ക് തടഞ്ഞു വെക്കുന്ന ആലോചിച്ച് ഗുലാബന്റെ കടാണ് ഒന്നത്. രണ്ടാമത്തേത്, കടങ്ങളിൽ ഭൂരിഭാഗവും പലിശയാ കൂട്ടരെ. അള്ളാഹുവും റസൂലുമായുള്ള സംഘട്ടനമാണ്, യുദ്ധമാണ് പലിശ. യുദ്ധമാ പലിശ. അറിയോ? വിഭാഗങ്ങൾ ഇങ്ങനെ എണ്ണുമ്പോൾ റസൂലുള്ള പലിശയുടെ ഏറ്റവും നിസാരമായ എണ്ണം പറഞ്ഞോ, ഉമ്മന്റെ കൂടെ കിടക്കണേന് തുല്യത. ആ വാചകങ്ങളും നോക്കിക്കും ആ പലിശന്റെ. അതുകൊണ്ട് നമ്മളെ നിയന്ത്രിക്കേണ്ടത് അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. മൂന്നാമത്തെ ലക്ഷ്യം എന്താണ്? ലക്ഷ്യം എന്താ ലക്ഷ്യം? മറന്നു, സമൂഹം മറക്കുകയാണ്. ലക്ഷ്യം മറന്നു. പലപ്പോഴും പലതുമാണ് ലക്ഷ്യം. ഞാൻ ആ നാട്ടിലെ ലക്ഷ്യങ്ങളിലേക്ക് കടക്കുന്നില്ല. ഇസ്ലാമിന്റെ ലക്ഷ്യം എന്താണെന്നറിയോ? ഒന്ന് ലൈംഗിക വിശുദ്ധിയാണ്, വിശദീകരിക്കേണ്ട ആവശ്യമില്ല. രണ്ടാമത്തേത് മക്കൾ ഉണ്ടാവുകയാണ്. ബാക്കി പലരും മക്കളെ പെറ്റുകൂട്ടുന്നവരാണ് അവരെന്ന് നമ്മളെ വിമർശിക്കുന്നുണ്ടെങ്കിലും അതൊന്നില്ലെങ്കിലും വിവരക്കേടിന്റെ അടിസ്ഥാനത്തിലാ, അതല്ലെങ്കിൽ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും അരികവൽക്കരിക്കണം. രണ്ടായിരുന്നാലും ശരി, ഇസ്ലാമിന്റെ വിവാഹത്തിന്റെ ഒരു ലക്ഷ്യം അതന്നെ കൂട്ടരെ. കാരണം അതാ പവർ ഒരു രാജ്യത്തിന്റെ പവർ അവിടുത്തെ മനുഷ്യരാണ്. ഒന്നാ തന്നെ. മറ്റൊന്ന് എന്താന്ന് വെച്ചാല് നമ്മൾ മനസ്സിലാക്കേണ്ടത് സമാധാനം. സമാധാനം കിട്ടണം. ഇപ്പൊ കിട്ടാത്തത് എന്താണ്? പക്ഷെ സമാധാനം കിട്ടും ഇസ്ലാമിന്റെ റൂട്ടിൽ പോയാൽ. എന്നാൽ ഇതിനപ്പുറം ഒരു ലക്ഷ്യം കൂടി എന്താണെന്നറിയോ? സൂറത്ത് റൂമിലായി ഈ ആയത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ലക്ഷ്യം വിശദീകരിക്കുക. വിവാഹത്തിന്റെ ലക്ഷ്യം, ഒരുപാട് ലക്ഷ്യങ്ങളിൽ പ്രധാനപ്പെട്ട ലക്ഷ്യം പടച്ചോനെ തിരിച്ചറിയലാണ്. സൃഷ്ടിച്ച നാഥനെ തിരിച്ചറിയലാണ് നിക്കാഹിന്റെ ലക്ഷ്യം. ഈ ആയത്ത് സൂറത്ത് റൂമിൽ 21 എന്റെ ഓർമ്മ. അതിന്റെ മുന്നേ ശേഷമുള്ള ആയത്ത് എന്താണെന്നറിയോ? മിന്നലിനെ കുറിച്ചാണ് പറയുന്നത്, രാത്രിനെ കുറിച്ചാണ് പറയുന്നത്. എന്നാൽ പ്രകൃതി ദൃഷ്ടാന്തങ്ങൾ മിന്നലിനെ കുറിച്ച് പഠിച്ചു പോണ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് പഠിച്ചോടെ കണ്ടെത്താൻ പറ്റും. എന്നതുപോലെ ഇണകളിൽ നിന്ന് ആണിന് പെണ്ണും പെണ്ണിന് ആണിനുമാണ് ഇണയാക്കി എന്നുള്ള ദൈവിക ദൃഷ്ടാന്തമാണ്. അതിനെക്കുറിച്ച് പഠിച്ചു ചെന്നാൽ പടച്ച റബ്ബിനെ കണ്ടെത്താം. ആരാണ് എന്റെ റബ്ബ്, അവൻ എന്നോട് എങ്ങനെ നിൽക്കുന്നു, ഞാൻ എങ്ങനെ തിരിച്ചു നിൽക്കണം എന്ന തിരിച്ചറിവുണ്ടാക്കുന്നതാണ് നിക്കാഹ്. അതാണ് ലക്ഷ്യങ്ങളുടെ കൂട്ടത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒന്ന്.
എന്നാ കൂട്ടി എന്താ മാനദണ്ഡം? നാലാമത്തെ കാര്യം ഞാൻ പറഞ്ഞു. എന്താ മാനദണ്ഡം? മാനദണ്ഡം എന്താ? മാനദണ്ഡം സമ്പത്തല്ല. ബാപ്പാക്ക് സ്വത്തുണ്ട്, അതിങ്ങോട്ട് വരും, അത് മാനദണ്ഡമില്ല. അവൾക്ക് സൗന്ദര്യമുണ്ട്, മാനദണ്ഡമല്ല. തറവാടിത്തമുള്ളവളാണ്, അല്ല, മാനദണ്ഡമല്ല. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞ മുഴുവൻ നീങ്ങണോ? എപ്പോഴും കേൾക്കണ പറഞ്ഞു നോക്കി എത്ര കറക്റ്റാണ്. സ്വത്തിന് വേണ്ടി കല്യാണം നടക്കും, ലക്ഷ്യം അതാണ്, മാനദണ്ഡം നോക്കിയിട്ട്. സൗന്ദര്യം നോക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ തറവാടിത്ത് നോക്കുന്നവർക്ക് നോക്കേണ്ടെന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല കേട്ടോ. അടിസ്ഥാനപരമായി നമ്മള് ഇത് നോക്കണ്ട, മറ്റേത് നോക്കുന്ന നടത്തൊന്നും വേണ്ടെന്ന് നമ്മൾ വിചാരിച്ചേ. ഇത് വേണം, പക്ഷേ അടിസ്ഥാനം എന്താണെന്നറിയോ? ദീനുള്ള തറവാടി ആയിക്കോട്ടെ, ദീനുള്ള സമ്പന്നയായിക്കോട്ടെ, ദീനുള്ള ജമാലുള്ളവളായിക്കോട്ടെ, തിരിച്ചു അങ്ങനെ തന്നെ ഉണ്ടോ, പെണ്ണിനാടും അങ്ങനെ തന്നെ. നമ്മള് സൗന്ദര്യം നോക്കേണ്ടതെന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ സൗന്ദര്യത്തിന് മുമ്പ് നോക്കിയിട്ട് മതി സൗന്ദര്യം നോക്കി. ചിലപ്പോ എന്റെ സ്റ്റാറ്റസിനൊക്കെ ചിലപ്പോ സമ്പത്തുള്ള പെണ്ണിനെ കെട്ടേണ്ടി വരും, ആവാം. അടിസ്ഥാനം ദീനാണ്. കുറച്ചൊന്ന് മണ്ണ് കയ്യിൽ പുരണ്ടാലും ബുദ്ധിമുട്ടിയാലും എനിക്ക് നല്ലത് അതാണോ? അങ്ങനെ ചിന്ത ദീന്. ദീന് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കാട്ടിക്കൂട്ടല, അഖീദയാണ്, വിശ്വാസമാണ്, ഇബാദത്താണ്, അതുപോലെ തന്നെ മുആമലത്താണ്. ഇത് മൂന്നുപാട് കൂടുമ്പോൾ ദീനാവാണ്. വിശ്വാസത്തിൽ അടിയുറച്ച് പടച്ച റബ്ബുമായുള്ള ഒരു ബന്ധം, വിശ്വാസം പരലോകവുമായി ഊട്ടിയുറപ്പിച്ച പെൺകുട്ടിയാവണം, ആൺകുട്ടിയാവണം. ഇബാദത്ത് നമസ്കരിക്കുന്നവരാകണം, സക്കാത്ത് കൊടുക്കുന്നവരാവണം, അതുപോലെ തന്നെ ഹജ്ജ് കഴിവുണ്ടെങ്കിൽ ചെയ്യുന്നവരാകണം, നോക്കെടുക്കുന്നവരാവണം. ഇതൊന്നും ഇല്ലാത്തവരാണെങ്കിലോ പ്രശ്നമാണ്, പറ്റൂല, കുടുംബത്തിൽ കേൾക്കാൻ പറ്റൂല, അവളാണെങ്കിലും അവനാണെങ്കിലും. മൂന്നാമത്തേത് മുആമലാത്ത, കൊണ്ടുകൊടുക്കലുകൾ, സ്വഭാവങ്ങൾ പച്ചക്ക് നല്ലതാവണം. ഉമ്മനോട് കല്യാണം കഴിഞ്ഞ് കൊണ്ടുവന്ന വീട്ടിലെ ഉമ്മ സ്വന്തം ഉമ്മയാണ്. അവിടുത്തെ ഉമ്മ, എന്റെ ഭാര്യയുടെ ഉമ്മ ഇനി എന്റെ ഉമ്മയാണ്. അവളുടെ ബാപ്പ എന്റെ ബാപ്പയാണ്. അവളുടെ കുടുംബം എന്റെ കുടുംബമാണ്. എന്റെ കുടുംബം എന്റെ പന്തമാര് കൊണ്ടുവന്ന അവളുടെയും സഹോദരിമാരാണ്. സ്വഭാവം, മുആമല, ഇത് മൂന്നും കൂടി കൂടുമ്പോഴാ കൂട്ടരെ ദീനാവുന്നത്. എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി ദീനാവൂല. സ്വഭാവം, വിശ്വാസം, ആചാരം, അനുഷ്ഠാനങ്ങൾ കൂടുമ്പോഴാണ് ദീന. അതാണ് മാനദണ്ഡം എന്നാണ്. കാരണം എന്താന്ന് വെച്ചാല് അള്ള വെച്ചതാണ് ഈ മാനദണ്ഡം. എന്തിനാ അള്ള വെച്ചത്? രണ്ട് പ്രകൃതിയിൽ ജീവിച്ചവരാണ്, രണ്ട് ബാപ്പക്കും ഉണ്ടായവരാണ്, രണ്ട് രൂപത്തിൽ വളർന്നു വന്നവരാ. ഈ രണ്ടാളും വരെ കൂട്ടിമുട്ടിച്ച് ഒരേ മനസ്സുമായി കൊണ്ടുപോകാമെന്ന് അള്ളേ പറഞ്ഞത്. പക്ഷെ നിങ്ങൾ സ്വീകരിക്കേണ്ടത് എന്താണെന്നറിയോ? ദീന് സ്വീകരിക്കണം, എങ്കിൽ നിങ്ങൾ ഞാൻ കൊണ്ടുവന്ന മവദ്ദത്തും വറഹ്മ, അത് രണ്ടും ഉണ്ടാക്കി തരുന്നതാണ്. അതാണ് മാനദണ്ഡം. ഇനി കൂട്ടരെ അവസാനത്തിലേക്ക് നീങ്ങുമ്പോൾ ദീർഘമല്ലാത്ത സംസാരം നടത്തേണ്ട ഒരു സദസ്സാണ് ഉള്ളതുകൊണ്ട് തന്നെ വധുവരന്മാർ അറിയേണ്ടത് നമ്മളിവിടെ പറയേണ്ട ആവശ്യമില്ല. അൽഹംദുലില്ലാ, നമുക്ക് സന്തോഷിക്കാൻ വകുപ്പുള്ള രണ്ട് കുട്ടികളാണ്, അല്ലേ? മുസ്അബ് അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുപാദ സ്പർശമേറ്റ മദീനയിൽ ജീവിക്കുന്നവനാണ്, ദീനിയായി ബന്ധമാണ്. മോളാണെങ്കിലോ ഇന്ന് കാസർഗോഡ് ജില്ലയിൽ കുഴപ്പമില്ലാത്ത ദീനെ പഠിപ്പിക്കുന്ന ഒരു വനിതാ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയാണ്. നമ്മളെക്കാൾ നിരന്തരം ദീനുമായി ബന്ധപ്പെടുന്നവരാണ്. അല്ലാഹു ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അത് നിലനിർത്താനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. ഒറ്റ വാചകം അവരോട് പറയാവൂ, രണ്ടാളോട്, നിങ്ങൾ ഇബ്രാഹിം നബിയും ഹാജറ ബീവിയും ആവണം. അതിൽ ഒരുപാട് ആശയം വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഇബ്രാഹിം നബി ഹാജറ ബീവിന്റെ പ്രത്യേകത അള്ളാഹ് പറഞ്ഞാൽ അത് ഓക്കെയാണ്, അതിന്റെ അപ്പുറത്തേക്കില്ല. ഇബ്രാഹിം നബി ഓക്കെയാണ്, അതിനപ്പുറത്തേക്കില്ല. ഹാജറ ബീവി അള്ളയാണോ പറഞ്ഞത്? ആ ഓക്കെ, എന്ന് ഞാനും ഓക്കെ, നിങ്ങൾ പോയിക്കോളി. അതാണ് ഹാജറ ബീവി ഇബ്രാഹിം നബി ആകാൻ അവർ ശ്രമിക്കണം. അള്ളാഹു അവർക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. 4 കാര്യങ്ങൾ. ഒന്ന് സ്നേഹമാണ്. എല്ലാ ഭർത്താക്കന്മാരും സ്ത്രീകളും ശ്രദ്ധിക്കും. ഒന്ന് സ്നേഹമാണ്, 2 അനുസരണയാണ്, 3-മത്തേത് പരിഗണനയാണ്, 4-മത്തേത് ക്ഷമയാണ്. ഈ 4 എണ്ണങ്ങളൊന്ന് നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി. തീരുന്ന പ്രശ്നം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവുള്ളൂ. ഇത് 2 പെണ്ണുങ്ങൾ നല്ലോണം ആഗ്രഹിക്കുന്നുണ്ട്, 2 പുരുഷന്മാരും ആഗ്രഹിക്കുന്നുണ്ട്. അതോടുകൂടി എന്ത് ചെയ്യും? ചരിത്രങ്ങളുണ്ട്, വിശദീകരിക്കാൻ സമയമില്ല. അതുകൊണ്ട് അവരെ ശ്രദ്ധിക്കേണ്ടതാ. ഇവിടെ കൂടിയിട്ടുണ്ടല്ലോ, പ്രധാനപ്പെട്ടവർ മാത്രമേ ഉള്ളൂ, കുടുംബക്കാരും വേണ്ടപ്പെട്ടവർ മാത്രമേ ഉള്ളൂ. കാരണം പള്ളിന്റെ ഉള്ളിൽ അത്ര ആൾക്കാരെ വിളിച്ചിട്ട് വിടും, അല്ലേ? ഇപ്പൊ നമ്മളൊക്കെ പുറത്തുള്ള നിങ്ങളൊക്കെ കുടുംബക്കാരാണ്, അപ്പൊ അതിഥികളായിട്ട് നമ്മളൊക്കെ ഉള്ളൂ. അതുകൊണ്ട് ഡ്യൂട്ടി നിങ്ങൾക്ക് വാപ്പാർക്കും ഉമ്മാർക്കും അതുപോലെ തന്നെ ഇവിടെ ഒരുമിച്ച് കൂടിയ കുടുംബക്കാർക്കും അയൽപ്പക്കക്കാർക്കും വേണ്ടപ്പെട്ടവർക്കും വല്ലാത്ത ചില ഡ്യൂട്ടികളുണ്ട്. ഒന്നെന്താന്ന് വെച്ചതാ, ഇവിടെ ഈ നിക്കാഹിന്റെ ചടങ്ങ് കഴിയുന്നതോടുകൂടി പ്രാർത്ഥന തുടങ്ങണം. വല്ലാത്ത പ്രാർത്ഥന.
ആശയം മനസ്സിലാക്കിയത് അത് മാത്രം മതി. തുടങ്ങണ പ്രാർത്ഥന. രണ്ടാമത്തെ എന്താന്ന് വെച്ചാല് അവർക്ക് ഒരു ഫ്രീഡം വേണം. ഇനി അവരെന്നത്തെ ആലോചിച്ചോക്കി, ഹറാമൊന്നും ചെയ്യാത്ത, ഇതുവരെ ഹറാമ് ചെയ്യാത്ത ഒരു ആൺകുട്ടിയും പെൺകുട്ടിയാണ് അവർക്ക് രണ്ടാൾക്കൊണ്ട് ഹലാലാക്കി കൊടുക്കണം വെച്ചാല് ചെറുക്കനോട് പെണ്ണിന്റെ ഒരു പേര് പറയുമ്പോഴത്തേന് ഒരു മനസ്സിൽ വരാനുള്ള സുഖമുണ്ട് കൂട്ടരെ. നമ്മൾ അനുഭവിച്ചാൽ പലരും ഞങ്ങളെ കൂട്ടത്തിൽ അത് വല്ലാത്തൊരു ഹലാവത്താണ്. അത് അന്നിട്ട് കൊടുക്കുന്നതാണ്. കാരണം ഹറാമില്ലാതെ ജീവിച്ച് ഹലാലിലൂടെ മാത്രം മുന്നോട്ട് പോയ രണ്ട് ഇണകളാണ് അവരെങ്കിൽ ഇനി അവരുടെ നിമിഷങ്ങളിൽ അവളെ കുറിച്ചൊന്ന് മനസ്സിലേക്ക് വരുമ്പോഴും കിട്ടുന്ന വല്ലാത്ത എഴുതാൻ കഴിയാത്ത, വർണ്ണിക്കാൻ കഴിയാത്ത, സംസാരിക്കാൻ കഴിയാത്ത വല്ലാത്തൊരു ഫീലിംഗ് ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ. മറ്റൊന്ന്, നമുക്ക് ചെയ്യാനുള്ള പുതിയ സ്ഥാപനം അവർ തുടങ്ങി. നമ്മളൊക്കെ ഈ സ്ഥാപനം തുടങ്ങി പഴകിയ ആൾക്കാരാണ്. നമുക്ക് നല്ല പരിചയം, 10 കൊല്ലോ 20 കൊല്ലോ 30 കൊല്ലോ പരിചയമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അതുകൊണ്ട് എന്താ വെച്ചാൽ ഇടപെടേണ്ട സമയങ്ങളിൽ ഇടപെടേണ്ടത്. എല്ലാ സമയത്തും കയറി ഇടപെട്ട് കുടിസാക്കാൻ പാടില്ല. പക്ഷെ ഇടപെടേണ്ട സമയത്ത് അവരെ കുറ്റപ്പെടുത്തി മാറിക്കാനും പറ്റില്ല. അത് കണ്ടറിഞ്ഞ് ഇടപെടേണ്ടിടത്ത് മാത്രം ഇടപെട്ട് അവർക്ക് വേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അവസാനിപ്പിക്കാൻ സുഹൃത്തുക്കളെ, രണ്ടാളോടും ഒന്നുകൂടി മുസ്അബിനോടും ഫിദയോടും 2 കുടുംബമുണ്ടെന്ന് പറഞ്ഞു. 2 മാതാപിതാക്കളായി, അതുപോലെ തന്നെ എല്ലാവരും രണ്ടാണ്. അതുകൊണ്ട് 2 കുടുംബത്തെയും ബന്ധങ്ങൾ നിലനിർത്താൻ ഒരു മനഃപൂർവ്വമുള്ള ചില പ്ലാനിങ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. രണ്ടാളും ഭാഗത്ത് അതോടൊപ്പം തന്നെ നല്ല ഫ്രണ്ട്സ് ഉണ്ടാവും ഫിദക്ക്. കാരണം ദീനിയായി പഠിക്കുന്നവരാണ്. അതൊരിക്കലും മുറിഞ്ഞു പോകാതെ നിലനിർത്താൻ മുസ്അബിന്റെ ഭാഗത്തുനിന്നുള്ള ശ്രമങ്ങൾ ഉണ്ടാവണം. നല്ല ബന്ധങ്ങൾ നിലനിന്ന് പോകണം. വാപ്പയും ഉമ്മയും ജീവിതത്തിലെ മുഖ്യ അജണ്ടകളായി തീരുന്നവർക്ക് രണ്ടുപേർക്കും അല്ലാഹു അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, അവസാനിപ്പിക്കുമ്പോൾ മരണത്തിന്റെ കല്യാണാണോ, മങ്ങലാണോ, മോളേണോ, ഇന്റേണോ, അയൽവാസി, അതൊന്നുമില്ല. അന്ന് എഴുതി വെച്ച സമയത്ത് അല്ല കൊണ്ടോ. അതുകൊണ്ട് ഏത് സന്തോഷവേളകളിലും ഏത് ആനന്ദത്തിന്റെ വേളകളിലും ആ വില്ലനെ, എല്ലാ സുഖങ്ങളെയും ആസ്വാദനങ്ങളെയും മുറിച്ചു കളയുന്ന വില്ലനങ്ങൾ ഓർക്കരട്ടോ. അതുകൊണ്ട് കൂട്ടരെ, അത് ആലോചിച്ചുകൊണ്ടായിരിക്കട്ടെ നമ്മുടെ ആഘോഷം. ഈ കല്യാണം മംഗളം മാത്രമല്ല കേട്ടോ. ഇവിടെ കാരണവന്മാരും നേതാക്കന്മാരും പള്ളി കമ്മിറ്റിക്കാരും പള്ളിക്ക് നേതൃത്വം ഒക്കെ ഉണ്ട്. നമ്മളൊക്കെ മഹല്ല് കുറച്ചുകൂടിയൊക്കെ നമ്മൾ ഇടപെട്ട് നന്നാക്കിയിട്ടില്ലെങ്കിൽ മുസ്ലിം സമുദായത്തിന്റെ പോക്കും ഐസത്തൊക്കെ അങ്ങ് കാറ്റിലൊഴിച്ചു പോണ അവസ്ഥ ഉണ്ടാവും. നമ്മൾ പറഞ്ഞാൽ നിൽക്കണത് തന്നെ ഉള്ളൂ. നമ്മളൊന്ന് എടുത്ത തീരുമാനത്തിന് മുന്നോട്ട് പോയാൽ നിർത്താൻ പറ്റുന്നത് തന്നെ ഉള്ളൂ കൂട്ടരെ. പുതുതലമുറയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് പറ്റും. കഴിയുക, അവർ കേൾക്കും. അവർക്ക് അങ്ങനെ സന്മനസ് കൂടി ഉണ്ട്. അതുകൊണ്ട് അതിനു കൂടി നേതൃത്വം കൊടുക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഇതാ ഇവർക്ക് 2 പേർക്കും നീയാണ് കണ്ടറിയുന്നവൻ, നീ നൽകണമേ റഹ്മാനേ. അല്ലാഹുവേ, ഒരുപാട് കുടുംബങ്ങളാണ് ഒന്നിച്ചു കൂടുന്നത്. ഈ കുടുംബങ്ങൾക്ക് എന്നും മനസ്സിൽ സ്നേഹവും സന്തോഷവും ബന്ധവും നിലനിർത്താനുള്ള തൗഫീഖ് നീ പ്രദാനം ചെയ്യണമേ റഹ്മാനേ. അല്ലാഹുവേ, ഈ 2 വധൂവരന്മാർക്കിടയിൽ രാജ്യത്തിന്, നാടിന്, കുടുംബത്തിന്, മതത്തിന്, സമുദായത്തിന് ഉപകാരമുള്ള സ്വാധീനങ്ങളായ സന്താനങ്ങളെ നീ പ്രദാനം ചെയ്യണമേ റഹ്മാനേ. അല്ലാഹു, ഈ ലോകം അവസാനിക്കുന്നത് വരെ ദീനിയായ തലമുറകളെ നീ ഇവരിലൂടെ സമ്മാനമായി അവർക്ക് നീ നൽകണമേ റഹ്മാനേ. അല്ലാഹു, ഞങ്ങളുടെ കുടുംബത്തിന്റെ അകത്ത് ചില പൊട്ടലുകളും ചീറ്റലുകളൊക്കെ ഉണ്ട്. അല്ലാഹു, നീയാണല്ലോ എല്ലാം അറിയുന്നവൻ. നീ ഞങ്ങൾക്കത് പരിഹരിച്ചു തരണമേ റഹ്മാനേ. ഇവിടെ പറഞ്ഞ ഞങ്ങളുടെ മാതാപിതാക്കൾ മണ്ണിനടിയിലുണ്ട്. അല്ലാഹു, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരാണ് അവർ. അവരുടെ ഖബറിടം വിശാലമാക്കി